ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോണിലാണ് ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾ LDF-നോട് ഉറച്ചു നിൽക്കുകയാണ്, LDF-നോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. മണിക്കൂറിനനുസരിച്ച് നിലപാട് മാറ്റി പറയുന്ന സ്വഭാവം ഞങ്ങളുടെ പാർട്ടിക്കില്ല. ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇങ്ങനെ വാർത്തകൾ വരുന്നത് ഞങ്ങളുടെ പാർട്ടിയെ മോശപ്പെടുത്താനുള്ള ഗൂഢമായ ചില നീക്കത്തിന്റെ ഫലമാണ്. അത് കൂടി കണ്ടുവേണം ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞു വയ്ക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുനിശ്ചിത വിജയം തടയുക എന്നതിന്റെ അവസാന പരീക്ഷണമായിട്ടാണ് കേരള കോൺഗ്രസ് മുന്നണി LDF-ൽ നിന്ന് മടർത്തുക എന്ന ഒരു കുതന്ത്രം സ്വീകരിക്കുന്നത്. അതിന്റെ പിന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്താണ്? അധികാരത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമുള്ള മുന്നണിക്ക് കടന്നു വരാനാകില്ല. ആ മുന്നണിക്ക് അതിന്റെ ഒരു ജന്മവൈകല്യം എന്ന് പറയുന്നത് മതരാഷ്ട്രീയത്തിന്റെ ആധിക്യമുള്ളൊരു മുന്നണിയാണ്. മുമ്പ് കേരള കോൺഗ്രസ് എംകൂടിയതിൽ ഉണ്ടായിരുന്നൊരു അതേ പശ്ചാത്തലമല്ല ഇന്നത്തെ UDF. കേരള കോൺഗ്രസും വിട്ടതോടുകൂടി ആ മുന്നണി എന്ന് പറയുന്നത് മതരാഷ്ട്രീയത്തിന്റെ ആധിക്യമുള്ളൊരു മുന്നണിയായി മാറിക്കഴിഞ്ഞു. ഫലത്തിൽ BJP-ക്ക് തുല്യതയുള്ള മറ്റൊരു മുന്നണിയായി, NDA-ക്ക് തുല്യതയുള്ള മറ്റൊരു മുന്നണിയായി ഇതാ UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. മതനിരപേക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ ആശ്രയിക്കാനുള്ളൂ എന്ന ബോധ്യം കേരളത്തിൽ വികസിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വമുള്ള ഒരു മുന്നണി അതിന്റെ പ്രകടിത ഭാവം ഇല്ലാതെയാക്കാൻ ഒരു മറ വേണം. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ മറയാണ് കോൺഗ്രസ്. ആ മറ കൊണ്ട് മാത്രം മതനിരപേക്ഷതയുടെ മുഖം ഉണ്ടാവില്ല. മറ്റൊരു മറ കൂടി വേണം. അത് PJ ജോസഫ് പോരാ. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിന് അവർ വില കൊടുക്കുന്നത്. അത് കേരള കോൺഗ്രസ് എമ്മിനെ രക്ഷിക്കാനല്ല, കേരള കോൺഗ്രസ് എമ്മിന് വില കൊടുക്കാനല്ല. അവരെ ചവിട്ടി പുറത്താക്കിയപ്പോൾ മിണ്ടാതിരുന്ന ലീഗ്, അവരെ ചവിട്ടി പുറത്താക്കിയപ്പോൾ മിണ്ടാതിരുന്ന ഹൈക്കമാൻഡ്. ഇപ്പൊ കേരള കോൺഗ്രസിന് വില വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഗതികേട് കൊണ്ടാണ്. നിലവിലുള്ള UDF-ന് അധികാരത്തിൽ വരാനാകില്ല. അതുകൊണ്ട് ആ UDF-ന്റെ ഇന്നത്തെ ഘടനാ വൈകൃതത്തെ ഇല്ലാതെയാക്കാനുള്ള ഒരു മുട്ടുശാന്തി എന്ന നിലയ്ക്കാണ് കേരള കോൺഗ്രസിനെ വേട്ടയാടി പിടിക്കുന്നത്. അതായത് രണ്ട് കാര്യം ശ്രീ അനിൽകുമാർ, അതായത് ഒന്ന്, കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മുസ്ലിം ലീഗിന് കൃത്യമായ തിരിച്ചറിവുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടിൽ നിൽക്കുന്ന ആ ഒരു മുഖമുണ്ടല്ലോ, അത് മറയ്ക്കാനായി കേരള കോൺഗ്രസിനെ കൊണ്ടുവരികയും വേണം. അതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതെ, അതായത് ഒന്ന്, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ദുർബലമായെന്നവർക്ക് ബോധ്യമുണ്ട്, പഴയ കോൺഗ്രസ് അല്ല. രണ്ട്, മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ളൊരു മുന്നണിയോടൊരു സ്വീകാര്യത കുറവുണ്ടാവും. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഒരു സ്വീകാര്യത കുറവുണ്ടാവും. അപ്പോൾ ഒരു മുഖം വേണം, ഒരു മുഖം വേണം. ആ മുഖത്തിന് വേണ്ടി തേടിയപ്പോഴാണ് കേരള കോൺഗ്രസിനെ സ്വീകരിക്കുകയല്ല, വേട്ടയാടി പിടിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടി പിടിക്കുകയാണ്. അതിന് മലയാള മനോരമ നേതൃത്വം കൊടുക്കുകയാണ്, മാതൃഭൂമി നേതൃത്വം കൊടുക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക VD സതീശന് വേണ്ടി ബഹുമാനപ്പെട്ട ജോസ് കെ മാണി പത്രസമ്മേളനം നടത്തുമ്പോൾ അതിനിടയിലെ വരികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വ്യാജം നിർമ്മിക്കുകയാണ്. അതിനേക്കാൾ കടുത്ത വ്യാജം എന്താണ്? CPM-ന് പൂർണ്ണ തൃപ്തിയായിട്ടില്ല ഒരു വ്യാജ വാർത്ത. CPM-ന് തൃപ്തി പോരാ ഒരു വ്യാജ വാർത്ത. CPIM പ്രതികരിച്ചിട്ടേ ഇല്ല. ഈ വിഷയത്തിനകത്ത് CPM-ന്റെ ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ല. അതിന് കാരണം അല്ല, അതിന്റെ കൂടെ മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ കൂടി ഞാൻ താങ്കളോട് പറഞ്ഞു തരാം. ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തങ്കൽ ഞങ്ങളുടെ ചാനലിൽ ന്യൂസ് ആൻഡ് വ്യൂസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത പോവുകയാണ്. ഈ പരാമർശങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു കേരള കോൺഗ്രസ് നേതൃത്വം നേതാക്കൾക്ക് എന്ന്. അതേസമയത്ത് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ ആ വിഷയത്തിൽ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ റിപ്പോർട്ടർ ചാനലിൽ മറ്റൊരു വാർത്ത ഞാൻ കണ്ടു. CPM-ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടില്ല. ജോസ് കെ മാണി പറഞ്ഞതിനോട് CPM-ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടില്ല. വീണ്ടും ആളുകളെ ചർച്ചയ്ക്ക് വിട്ടിരിക്കുന്നു. ആ റിപ്പോർട്ടർ ചാനലിൽ തന്നെ കൃത്യമായിട്ടും ഞങ്ങൾ വിളിച്ച് വ്യക്തമായി പറഞ്ഞു, CPM-ന് വേണ്ടി ഒരു വാർത്തയും നിങ്ങൾ കൊടുക്കണ്ട. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരമൊരു വിഷയം ആ പാർട്ടിയുമായി ചർച്ച ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യവുമില്ല. ഇന്നിപ്പം ഒരു വാദ്യ വാർത്ത ഉണ്ടാക്കി, മുഖ്യമന്ത്രി ചർച്ച നടത്തി. മുഖ്യമന്ത്രി എങ്ങനെ കേരള കോൺഗ്രസ് എമ്മിലെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവുമായി ഒറ്റയ്ക്ക് ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. അതിന് കാരണം 3 ദിവസം മുമ്പുള്ള LDF യോഗം, അതിനുശേഷം എല്ലാ കേരള കോൺഗ്രസ് MLA-മാരും പങ്കെടുത്ത, മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത സമരം. ആ സമരം നടന്ന രാത്രിയിലാണ് ഈ ഗൂഢാലോചന കൂടുതൽ തീവ്രമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയെ UDF-ലേക്ക് വേട്ടയാടി പിടിക്കാൻ
അക്രമ മാധ്യമ പ്രവർത്തനം ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തി. അത് മാധ്യമങ്ങളുടെ പക്ഷപാതമെന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ വേട്ടക്കാരായിരിക്കുന്നു. കേരളത്തെ വേട്ടയാടുന്ന വേട്ടക്കാരായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു ശ്രീ അനിൽകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോട് സംസാരിച്ചത്.